പൃഥ്വിരാജ് അവതരിപ്പിച്ച അരവിന്ദ് സോമനാഥൻ എന്ന വക്കീൽ കോടതിയിൽ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങളും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ റിയൽ ലൈഫ് സംഭവങ്ങളെയാണ് പോയിന്റ് ചെയ്തത്. ഇത് ഇറങ്ങിയതോടെ ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു ഇത് കൃത്യമായ ആന്റി നാഷണൽ പ്രൊപ്പഗണ്ടയാണെന്ന്. രാജ്യത്തിന്റെ സിസ്റ്റത്തെയും പോലീസിനെയും മൊത്തത്തിൽ മോശമായി കാണിക്കുന്നു. എന്നാൽ സിനിമ കണ്ട സാധാരണ ജനങ്ങൾ അതിനെ ഗംഭീരമായി സപ്പോർട്ട് ചെയ്തു. ജനഗണമനയോട് കൂടിയാണ് പൃഥ്വിരാജിന്റെ സ്ക്രിപ്റ്റ് സെലക്ഷനിൽ പൊളിറ്റിക്കൽ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് ആളുകൾ ഉറപ്പിച്ചത്. L2 എമ്പുരാൻ, അതായത് ലൂസിഫറിന്റെ രണ്ടാം ഭാഗം, ഇതിൽ പൃഥ്വിരാജ് അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ ചെറുപ്പം കാണിക്കുന്നുണ്ട്. അതിൽ വളരെ കൃത്യമായി 2022 ഗുജറാത്ത് കലാപത്തെ റിസംബിൾ ചെയ്യുന്ന പോലെയുള്ള കുറച്ച് സീനുകൾ വന്നു. ഓർഗനൈസർ പോലുള്ള നാഷണൽ മാഗസീനുകൾ പൃഥ്വിരാജിനെതിരെ ലേഖനങ്ങൾ വന്നു. വലതുപക്ഷ രാഷ്ട്രീയത്തെയും ഭരിക്കുന്ന ഗവൺമെന്റിനെയും ഡീഗ്രേഡ് ചെയ്യാൻ പൃഥ്വിരാജ് മനഃപൂർവ്വം തിരികെ കയറ്റിയ അജണ്ടയാണ് ഇതെന്നായിരുന്നു പ്രധാന വാദം. അതുമാത്രമല്ല, ബോയ്ക്കോട്ട് എമ്പുരാൻ എന്ന ഹാഷ്ടാഗ് ആ ടൈമിൽ വളരെ ട്രെൻഡിങ് ആയിരുന്നു. അതിനു പുറമെ ക്രിസ്ത്യൻ വിശ്വാസികളെ വ്രണപ്പെടുത്തുന്ന സീനുകൾ ഉണ്ടെന്ന് പറഞ്ഞ് ചില ക്രിസ്ത്യൻ ഗ്രൂപ്പുകളും രംഗത്ത് വന്നു. സംഭവം കൈവിട്ട് പോകുന്ന അവസ്ഥയെ സിനിമയുടെ കളക്ഷനെ ബാധിക്കുമെന്നായപ്പോൾ പ്രൊഡ്യൂസേഴ്സ് ഇടപെട്ടു. സെൻസർ ബോർഡിന്റെ പ്രഷർ കൂടിയായപ്പോൾ ആ വിവാദമായ 3 മിനിറ്റ് സീനുകൾ സിനിമയിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റേണ്ടി വന്നു. അതുമാത്രമല്ല, വിവാദം തണുപ്പിക്കാൻ അവസാനം നമ്മുടെ ലാലേട്ടൻ തന്നെ നേരിട്ട് വന്ന് ഒരു വിശദീകരണം നൽകേണ്ടി വന്നു. സിനിമയെ സിനിമയായി കാണണം, ആരെയും വേദനിപ്പിക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല എന്ന് ലാലേട്ടൻ പറഞ്ഞതോടെയാണ് എമ്പുരാൻ വിവാദം കുറച്ചെങ്കിലും ഒന്ന് അടങ്ങിയത്. പക്ഷേ L2 എന്ന ചിത്രത്തിൽ കാണിച്ചത് 2002 യഥാർത്ഥ സംഭവങ്ങളായിരുന്നില്ലല്ലോ. ആ ഗുജറാത്ത് കലാപത്തിൽ യഥാർത്ഥത്തിൽ നടന്ന സംഭവങ്ങളെ മറച്ചു വെച്ചിട്ട് തന്നെയല്ലേ പൃഥ്വിരാജ് ഈ സിനിമയിൽ കാണിച്ചത്. അപ്പോൾ അവിടെ ഒരു പ്രൊപ്പഗണ്ട ഇല്ലേ എന്ന് ചോദിക്കുന്ന ചോദ്യം ഇവിടെ പ്രസക്തമാണ്.